ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. കോരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. ലഹരി എന്ന വിഷമേഘം നാടിനെല്ലാം മൂടിടല്ലേ, നന്മയുടെ ദീപം കൊളുത്തിയിടാം. ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. നമ്മുടെ നാടിന്റെ പുഞ്ചിരിയും നമ്മുടെ മക്കളുടെ പുഞ്ചിരിയും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും കവർന്നെടുക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെ പ്രതികരിക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലഹരി വിരുദ്ധ ജനകീയ റാലിയിലേക്കും തുടർന്ന് കോഴിക്കോട് ബാബുവിനെ ജനകീയ സംഗമത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നത്. മുറി സിറാജുൽ ഹുദ മദ്രസ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കോരിക്കുഴി ജുമാ മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ സംഗമം കെ വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. തീർച്ചയായും ലഹരിയുടെ ഉൽപാദനത്തെക്കുറിച്ചും വിപണനത്തെക്കുറിച്ചും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അധ്യക്ഷൻ. ലോകത്തെ ഏറ്റവും ലാഭകരമായ കച്ചവടമായിട്ടാണ് ലഹരിയുടെ ബിസിനസ്സിനെ നമ്മുടെ ലോകത്തിലെ വലിയ വമ്പന്മാരായിട്ടുള്ള കച്ചവടക്കാർ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇരയാകുന്നവരെ കുറിച്ചുള്ള ഒരു ചിന്ത അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലാഭം എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ലോകത്തിലെ തന്നെ ഒരാൾക്കും കയ്യെത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന നമ്മുടെ ഈ ലഹരി മാഫിയ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. എല്ലാ മതങ്ങളും സ്നേഹത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ അകത്തുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി തീർക്കുന്ന മഹോന്നതമായ ഒരു പ്രക്രിയയാണ്. അവനെ നല്ലവനായി, സംസ്കാരമുള്ളവനായി, അതിനുവേണ്ടി തന്നെയാണ് ഈ നാടിന്റെ നന്മയ്ക്കും പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ടും യുവസമൂഹത്തെ നല്ല പാതയിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റാലിയോടുകൂടി മഹല്ല് കമ്മിറ്റി ഇത് സമാപിപ്പിക്കുന്നില്ല. 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പദ്ധതിയുടെ തുടക്കം, ആരംഭം മാത്രമാണിത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ ഉപയോഗം വളരെ അപകടകരമായ രീതിയിലാണ്. ഞാൻ തൊട്ട് മുമ്പ് വന്ന താനൂര്, അതും കോസ്റ്റൽ ബെൽറ്റാണ്. താനൂര് തിരൂരും മേഖലയും ഈ രാസലഹരിയുടെ സിന്തറ്റിക് ലഹരിയുടെ പിടിയിൽ ഉണ്ട്. 8 മാസം ഞാൻ താനൂര് CI ആയിരുന്നു. അവിടെ ഏകദേശം 28 കുട്ടികളെ, ഒരു 16നും 28, 30-ൽ താഴെയുള്ള 28 കുട്ടികളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു ദുഃഖകരമായ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ധാരാളം പരാതികൾ വരുന്നുണ്ട്.
ഉമ്മമാർ രാവിലെ സ്റ്റേഷനിൽ വരും, ചിലപ്പം രാവിലെ 6 മണി വരെ വരും. ഇവിടെ വീട്ടിൽ TV, ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ സാധനവും തല്ലി തകർത്തിട്ടുണ്ട്. 1-2 കൊല്ലമായിട്ട് ലഹരിയിലെ അടിമയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പരമാവധി നോക്കി ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം. അവരാവശ്യം ഒന്ന് പിടിച്ചു കെട്ടി ആംബുലൻസിലേക്ക് കയറ്റി വിടണം. അതിന് നമ്മൾ 2 പോലീസുകാർ പോകണം. ബാക്കി ഞങ്ങൾ ചെയ്തോളാം സാർ. വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ ട്രോമാ കെയർ ഉണ്ട്, അവരൊക്കെ റെഡിയാണ്. ഒന്ന് പോലീസ് യൂണിഫോം കണ്ടാലേ അവനൊന്ന് അടങ്ങും. ഒന്ന് വണ്ടിയിൽ കയറ്റി തരണം. ഇത് ഒരു കുറ്റവാളിയല്ല. അപ്പോൾ നമുക്ക് ഹാൻഡ് കഫ് വിലങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത് ഈ ചുരിദാറിൻ്റെ ഷാളിന് ഇങ്ങനെ ഉപകാരമുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സയ്യിദ് ജൗഫർ സാദിഖ് സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു. മുൻ MP TN പ്രതാപൻ, മുൻ MLA ET ടൈസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, സലീം പുറക്കുളം, TV സുരേഷ്, സിബിൻ അമ്പാടി, KK ശേഖരൻ, ഷിഹാബ് ചാമക്കാല, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, TK ഉബൈദ്, ഹസൻ തങ്ങൾ, സലീഷ്, PS ഷാഹിദ്, CB അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. 3 ഏക്കറോളം ഭൂമി കളിക്കളത്തിനും മറ്റുമായി സൗജന്യമായി വിട്ടു നൽകിയ CJ പോൾസനെ ചടങ്ങിൽ ആദരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.